സ്കോട്ട്ലൻഡിലെ അതിമനോഹരമായ എന്നാൽ അധികം ആരും കാണാത്തൊരു സീക്രട്ട് പിരമിഡ് അങ്ങോട്ടുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഈ പിരമിഡ് ഉള്ളത് ബാൽമോറൽ എസ്റ്റേറ്റിലാണ്. ബാൽമോറൽ കാസിൽ, ബാൽമോറൽ എസ്റ്റേറ്റ്, അതായത് ബ്രിട്ടീഷ് റോയൽ ഫാമിലിയുടെ 50,000 ഏക്കർ വരുന്ന അവരുടെ പ്രൈവറ്റ് തോട്ടമാണ് ഈ ബാൽമോറൽ എസ്റ്റേറ്റ്. പക്ഷെ അവിടെ പൊതുജനങ്ങൾക്കെല്ലാം സഞ്ചരിക്കാം. റിവർ ഡി എന്ന് പറയുന്ന ഒരു റിവർ അതിലൂടെ ഒഴുകുന്നുണ്ട്. അതുപോലെ ബള്ളാട്ടർ പോലത്തെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജസ് ഉണ്ട്. ഇവിടെ നമ്മൾ നോർമൽ ആൾട്ടിറ്റ്യൂഡിനെക്കാട്ടി കുറച്ചുകൂടി ഉയരം കൂടിയ പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഓട്ടം സീസണൊക്കെ ഭയങ്കര കളറുകളാണ്. അതുപോലെ അവിടുത്തെ ചെടികളൊക്കെ വളരെ മനോഹരമാണ്. അപ്പോൾ ഈ ഒരു ബാൽമോറൽ കാസിലിൻ്റെ അകത്താണ് ഈ പിരമിഡ് ഉള്ളത്. ഈ പിരമിഡ് എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് അവിടെയുള്ള ഈ രാജകുടുംബത്തിലെ ആൾക്കാരൊക്കെ ഇവർ മരിക്കുന്നിടത്ത് കല്ലറ പോലെ ഇവർ കെയിൻസ് എന്ന് പറഞ്ഞിട്ട് കല്ലൊരു പിരമിഡ് രൂപത്തിൽ ഇങ്ങനെ വെക്കും. ഇതിനെ കെയിൻസ് എന്ന് പറയുന്നത്. ഈ ബാൽമോറൽ എസ്റ്റേറ്റിൽ ഏകദേശം 11ഓളം കെയിൻസ് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കെയിൻസിനെ കുറച്ചും കൂടെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം അതിനെ ഒരു പിരമിഡാക്കി മാറ്റി. പഴയ ക്വീൻ വിക്ടോറിയയുടെ ഹസ്ബൻഡ് പ്രിൻസ് ആൽബർട്ടിൻ്റെ പേരിലുള്ള ഈ ഒരു പിരമിഡ് വളരെ മനോഹരമാണ്. ഇത് കാട്ടിലൂടെ ഏകദേശം 1 മണിക്കൂറോളം ട്രെക്ക് ചെയ്തിട്ട് മലയുടെ മുകളിൽ എത്തുമ്പോഴാണ് ഈ പിരമിഡ് ഉള്ളത്. അപ്പോൾ ഈ പിരമിഡ് തേടിയിട്ടുള്ള ഞങ്ങളെ യാത്രയും ആ ബാൽമോറൽ കാസിൻ്റെ ഏരിയ ഒക്കെ ചിത്രീകരിച്ചിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ് ഞാനിന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. എൻ്റെ കൂടെ ശ്രീരാഗൻ ഷെഹന എന്ന് പറയുന്ന ഒരു കപ്പിളും ജോയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെ ഞങ്ങൾ നടത്തിയൊരു യാത്ര നമുക്കിപ്പോൾ കാണാം. ഡണ്ടിയിൽ നിന്നും ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്ത് ഞങ്ങൾ റിവർ ദിയിലെത്തി. റിവർ ദി കടന്നിട്ട് മുന്നോട്ടുള്ള സ്ഥലങ്ങളെല്ലാം ബാൽമോറൽ എസ്റ്റേറ്റ് തോട്ടങ്ങളാണ്. ഗൂഗിൾ മാപ്പ് പറഞ്ഞ പ്രകാരം ഞങ്ങൾ കറക്റ്റ് സ്ഥലത്തെത്തിയെങ്കിലും ആകെ കൺഫ്യൂഷനായി. 3-4 സ്ഥലത്തേക്ക് വഴികൾ കാണിക്കുന്നുണ്ട്. എങ്ങോട്ട് പോകണമെന്നറിയില്ല. ശരിക്കും പോകേണ്ട വഴി എന്ന് പറയുന്നത് ഈ കാണുന്ന ഗേറ്റ് കടന്നിട്ടായിരുന്നു. പക്ഷേ ഈ ഗേറ്റ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് വെച്ച് ഞങ്ങൾ കടക്കാതെ ഇരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ചെറുതായിട്ട് ഫോറസ്റ്റിലൊന്ന് അകപ്പെട്ടു. ഞങ്ങൾ ഏകദേശം 1 മണിക്കൂറോളം വഴി കിട്ടാതെ അലഞ്ഞെങ്കിലും ഞങ്ങൾ തിരിച്ച് ട്രാക്കിൽ തന്നെ എത്തി. ഇപ്പോൾ ട്രാക്കിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം പൈൻ ഫോറസ്റ്റുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പലപ്പോഴും നമുക്ക് അടയാളങ്ങൾ വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാ മരങ്ങളും ഏകദാണ്ട് ഒരുപോലെ ഇരിക്കും. അപ്പോൾ വളരെ ഡീപ്പായിട്ടുള്ളൊരു ഫോറസ്റ്റിൽ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാന്ന് വഴി ഡയറക്ഷൻ കിട്ടാനൊന്നും പറ്റില്ല. നമ്മൾ ചിലപ്പം പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് യാത്ര ചെയ്യുന്ന ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റിൻ്റെ അകത്തേക്കായിരിക്കും. അങ്ങനെ ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റുകളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയാൽ ഇവിടെ ഗെല്ലിദു എന്ന് പറഞ്ഞിട്ടൊരു ഫോറസ്റ്റ് ഗോഡ് ഉണ്ട്. ഒരു മിത്തിക്കൽ ക്യാരക്ടറാണ്. അത് വന്നിട്ട് നമ്മളെ രക്ഷിക്കുമെന്ന് ഒരു സ്കോട്ടിഷ് വിശ്വാസമുണ്ട്. എന്തായാലും മിത്തിക്കൽ ക്യാരക്ടറൊന്നും വന്ന് ഞങ്ങളെ രക്ഷിക്കാൻ പോകണില്ലെങ്കിലും ഇത്തരം കാടുകളിലൊന്നും വന്യമൃഗങ്ങളൊന്നുമില്ല. കുറുക്കനും മാനും മുയലും ഒക്കെ തന്നെയാണ് പ്രധാന ജീവികൾ. വഴിയിൽ വെച്ച് മലയിറങ്ങിയ 2 പേർ പറഞ്ഞ പ്രകാരം ഞങ്ങളുടെ ഫസ്റ്റ് കെയിൻ്റെ അടുത്തേക്ക് എത്താനാകുന്നു. ഇതാണ് കെയിൻസ്. ഇതുപോലത്തെ 11 കെയിൻസുകളാണ് ഇവിടെ ഉള്ളത്. കെയിനുകൾ ശവകുടീരങ്ങൾ തന്നെ ആകണമെന്നില്ല. ചില വിവാഹവുമായി ബന്ധപ്പെട്ടും കെയിനുകൾ ഉണ്ടാക്കിയതായി കേട്ടിട്ടുണ്ട്. ശേഷം ഞങ്ങൾ ഈ കാടിൻ്റെ കളർ പാറ്റേൺസ് എല്ലാം നോക്കി. ഫ്ലൂറസൻ പച്ച കലർന്ന ഈ സ്ഥലം നല്ലൊരു ഫോട്ടോഷൂട്ടിനൊക്കെ ഉതകുന്നതാണ്. ശ്രീരാഗിൻ്റെ ചില ഫോട്ടോഗ്രാഫി ശ്രമവും. ഞങ്ങളങ്ങനെ പിരമിഡിലേക്ക് എത്തുകയാണ്. ഞങ്ങൾക്കിതാ പിരമിഡ് വളരെ മുന്നിൽ തന്നെ കാണാം. ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായ 1/2 മണിക്കൂർ ട്രെക്ക് കൊണ്ട് തന്നെ നമുക്കിവിടെ എത്താവുന്നതാണ്. ഫാമിലി ആയിട്ടുമൊക്കെ വരാൻ പറ്റുന്ന മനോഹരമായൊരു സ്ഥലമാണിത്.
രാജകുമാര നമിച്ചു. പല ശവകുടീരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും കാട് കയറിയിട്ട് അതിൻ്റെ മുകളിലുള്ള ഒരു ശവകുടീരം ഇപ്പോഴാണ് കാണുന്നത്. പ്രിൻസ് ആൽബർട്ട് ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. 21 ഓഗസ്റ്റ് 1862 അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഉണ്ടാക്കിയ ഒരു പിരമിഡാണിത്. സ്കോട്ട്ലൻഡിലെ ഏക പിരമിഡാണ്, മറ്റൊരു പിരമിഡായിട്ട് അറിവിലില്ല. പക്ഷേ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ പ്രകൃതിസുന്ദരമായ വലിയൊരു പൈൻ ഫോറസ്റ്റിൻ്റെ ഏറ്റവും മുകളിലാണ്. സാധാരണ പിരമിഡുകൾ നമ്മൾ കാണുന്നത് മരുഭൂമിയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കാട്ടിൻ്റെ ഉള്ളിൽ ഒരു പിരമിഡിൻ്റെ എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. വർത്താണ് ഈ ആംബിയൻസും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ സ്ഥലം ശരിക്കും വർത്താണ്. അങ്ങനെ ഫൈനലി വി റീച്ച് ചെയ്യുക. അപ്പോൾ അത്ര തന്നെ.